നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് പുലിമേൽക്കര അണിയിച്ചൊരുക്കുന്ന നന്ദികേശന്റെ ചട്ടംകൂട്ടൽ ചടങ്ങ് നടന്നു. നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ 10ാമത് കരയായ പുലിമേൽക്കരയുടെ നന്ദികേശന്റെ ചട്ടംകൂട്ടൽ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഈ വർഷം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിവിധങ്ങളായ പരിപാടികളാണ് പുലിമേൽക്കര ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 14 ദിവസത്തോളം കലാപരിപാടികളോടുകൂടി വലിയൊരു ഉത്സവം തന്നെയാണ് പുലിമേൽക്കര ഇപ്രാവശ്യം ഇവിടെ കൊണ്ടാടാൻ പോകുന്നത്. ഈ ഉത്സവത്തിലേക്ക് എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ പുലിമേൽക്കരയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് വിവിധ കരകളിൽ ചട്ടംകൂട്ടൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി 10ാം കരയായ പുലിമേൽ ഇന്ന് രാവിലെ 10:55 ചട്ടംകൂട്ടൽ ആരംഭിച്ചു. ചട്ടംകൂട്ടൽ ആരംഭിച്ചതിന് ശേഷം ഇനിയും പുലിമേൽക്കരയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വ്യത്യസ്തങ്ങളായ ഒരുപാട് പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. 1-ാം തീയതി മുതൽ ഏകദേശം 14-ാം തീയതി വരെ, ശിവരാത്രി തലേന്ന് വരെ വിവിധ പരിപാടികൾ, വലിയ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. പടനിലത്തെ ഉത്സവ കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയിൽ ഇതുപോലെയുള്ള ഓരോ കരകളും വ്യത്യസ്തങ്ങളായ പരിപാടികളോടുകൂടി ശിവരാത്രി മഹോത്സവത്തെ ഒരു വലിയ മഹാസംഭവമാക്കി മാറ്റുമ്പോൾ പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ യശസ് മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഉയരുകയാണ്. തത്തമുന്ന, ഇളവക്കാട്, പുലിമേൽ, നടുവിലെമുറി, പഴിഞ്ഞീർക്കോണം തുടങ്ങിയ വിവിധ കരകൾ വിവിധങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏകദേശം 14-15 ദിവസത്തോളം ഈ നാടിൻ്റെ ഒരു മഹോത്സവമായിട്ടാണ് ശിവരാത്രി മഹോത്സവം കൊണ്ടാടുന്നത്. അതിൻ്റെ പരിസമാപ്തിയിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ കെട്ടുത്സവങ്ങളായ നന്ദികേശ ശില്പ കെട്ടുത്സവങ്ങൾ പടനിലത്ത് എത്താറുണ്ട്. പുലിമേൽക്കരയുടെ പ്രത്യേകത, ഈ നന്ദികേശ കെട്ടുത്സവത്തിൻ്റെ ഉത്ഭവം തന്നെ ഈ പുലിമേൽക്കരയിൽ നിന്നാണ്. ഏകദേശം 200ഓളം വർഷങ്ങൾ പഴക്കമുള്ള കാളത്തലകൾ വരെ ഈ പുലിമേൽക്കരയിലുണ്ട്. ഇവിടെ നിന്നുള്ള ശില്പികളാണ് ഈ നന്ദികേശ ശില്പ പൈതൃകം ഈ ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് പുലിമേൽക്കര എന്നും ഈ ശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട്, നന്ദികേശ പൈതൃക ഗ്രാമവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത്. പുലിമേൽക്കരയിലെ മുൻകാല ശില്പികളെ ആദരിക്കുന്നതോടൊപ്പം ഈ പരിപാടി ചട്ടംകൂട്ടൽ ചടങ്ങിൽ പങ്കെടുത്ത വിഷ്ണു ആചാരി, അതേപോലെ പ്രദീപ് ആചാരി എന്നിവർക്ക് പുലിമേൽക്കരയുടെ പേരിലുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു.